മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീർണോദ്ധാരണ ധനസഹായ വിതരണം നടന്നു. കോഴിക്കോട് ശ്രീ അഴകൊടി ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ചടങ്ങിൽ അധ്യക്ഷനായി. 10.8 കോടി രൂപയാണ് ക്ഷേത്രോദ്ധാരണ ധനസഹായ വിതരണത്തിനായി മലബാർ ദേവസ്വം ബോർഡ് ഇത്തവണ മാറ്റിവെച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് പുറമെ സ്വകാര്യ ക്ഷേത്രങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നതിലൂടെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളുടെ ശോച്യാവസ്ഥയ്ക്കും മാറ്റം വന്നിട്ടുണ്ട്. ചില ക്ഷേത്രങ്ങൾ നിലനിന്നു പോകുന്നത് തന്നെ ഈ ഗ്രാന്റ് അടിസ്ഥാനമാക്കിയാണെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ MLA പറഞ്ഞു. മലബാറിൽ ഒട്ടേറെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗ്രാന്റ് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടും ഇപ്പം മലബാർ ദേവസ്വം വളരെ ശക്തമായിട്ട് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടുമെന്ന് ബോർഡ് ചെയർമാൻ OK വാസു മാസ്റ്റർ പറഞ്ഞു. ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ നിന്നെത്തിയവർ ധനസഹായം ഏറ്റുവാങ്ങി. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ PT വിജയി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.